നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വള്ളംകളിയും ഹെലികോപ്റ്റർ ടൂറിസവും പ്രധാന ആകർഷണമാക്കി മൂവാറ്റുപുഴയിൽ ത്രിവേണിയോണം 2026 ഓഗസ്റ്റ് 22 മുതൽ 27 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വള്ളംകളിയും ഹെലികോപ്റ്റർ ടൂറിസവും ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെ ത്രിവേണി ഓണം 2026 ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. ഓഗസ്റ്റ് 22 മുതൽ 27 വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദീർഘകാലത്തിന് ശേഷം നഗരത്തിൽ വീണ്ടും വള്ളംകളി മത്സരം തിരികെ എത്തുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രധാന പ്രത്യേകത. വ്യാപാരി മേഖലയെ ഉണർത്താനും പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകവും ടൂറിസം സാധ്യതകളും ഉയർത്തിക്കാട്ടാനുമാണ് ഓണാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓഗസ്റ്റ് 22 രാവിലെ 10 ടൗൺ ഹാളിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. മൂവാറ്റുപുഴയിൽ വള്ളംകളി നമ്മൾ ഈ വർഷത്തോടുകൂടി ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ ടൂറിസം ലോഞ്ചിങ്ങും നടത്തുന്നു ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച്. നമ്മുടെ സംസ്കാരത്തെയും അതുപോലെ തന്നെ ത്രിവേണിയുടെ ഒരു പൈതൃകത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഓണത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുക, അതെല്ലാ തലങ്ങളിലുമുള്ള യുവജനങ്ങൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒരുപോലെ ഓണത്തെ വലിയൊരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് നഗരസഭ മുമ്പോട്ട് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭയിലെ വ്യാപാര മേഖലയെ ഉണർത്തുക, നമ്മുടെ സാംസ്കാരികത മുമ്പോട്ട് നയിക്കുക എന്നൊക്കെയാണ് ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ത്രിവേണി ഓണം 2026 നഗരസഭ ആഘോഷിക്കുമ്പോൾ അതിൽ 22-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചയോളം വരുന്ന ആഘോഷങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് വ്യാപാരോത്സവമാണ്. നമ്മുടെ ഷോപ്പിങ്ങുകൾ മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ ആകണം എന്നുള്ള ഒരു സന്ദേശം കൂടി നഗരസഭ മുമ്പോട്ട് വയ്ക്കുന്നു. അതിൽ 22-ാം തീയതിയിലെ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് 10 മണിയോടുകൂടി ടൗൺ ഹാളിൽ വെച്ച് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നു. നമ്മുടെ ഓണ മത്സരങ്ങൾ പ്രധാനമായിട്ടും തിരുവാതിര, വടംവലി മത്സരം, പിന്നെ അതുപോലെ തന്നെ ഫാഷൻ റൈസ് എന്ന് പറയുന്നത്, അതായത് നഗരത്തിലൂടെ ബൈക്കിൽ 2 വീലറിൽ പ്രച്ഛന്നവേഷ മത്സരമാണ്. അത് നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രച്ഛന്നവേഷങ്ങൾ ചെയ്തുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ബൈക്കുകളും അലങ്കരിക്കാം, 2 വീലറുകളും അലങ്കരിച്ചുകൊണ്ടുള്ള ഒരു റൈഡാണുള്ളത്. അതും ഒരു കോമ്പറ്റീഷനാണ്. അതിൽ വിജയികൾക്കും സമ്മാനം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഓണപ്പൂക്കള മത്സരം ഉണ്ടായിരിക്കുന്നതാണ്, പുലികളി ഉണ്ടായിരിക്കും. അപ്പം അന്നത്തെ ദിവസം ഈ മത്സരങ്ങളുടെ ഒരു ദിവസമാണ്. അതിന്റെ അവസാനം നമ്മളൊക്കെ എന്നും ഹൃദയത്തിലേറ്റുന്ന ഒന്നാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്യൂഷൻ പെർഫോമൻസ് അന്ന് വൈകുന്നേരം അതൊരു കുടുംബ സംഗമമാക്കി മാറ്റുന്ന ഒരു വേദി കൂടിയാണ്. 22-ാം തീയതി 23-ാം തീയതി ജെൻസി ഓണം എന്നാണ് നമ്മൾ ആ ഒരു ദിവസത്തെ തന്നെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ജെൻസികളെ യുവജനങ്ങൾക്ക് വേണ്ടി അന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി നഗരസഭ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അന്നത്തെ ഈവനിങ്ങിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കസവ് ഫാഷൻ ഷോ എന്ന് പറയുന്നത്, നമ്മുടെ കസവ് വസ്ത്രത്തിലുള്ള അത്തരത്തിലുള്ള വസ്ത്രങ്ങളുടെ പ്രസന്റേഷനുമായിട്ടുള്ള ഒരു ഫാഷൻ ഷോ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം DJ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നഗരസഭയിലെ എല്ലാ യുവജനങ്ങളും നിർബന്ധമായും പങ്കെടുക്കേണ്ട വിപുലമായിട്ടുള്ള ഒരു ഓണാഘോഷം തന്നെയായിരിക്കും 23-ാം തീയതി വൈകുന്നേരം നടത്തുക. ഓഗസ്റ്റ് 27-നാണ് ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ വള്ളംകളിയും ഹെലികോപ്റ്റർ ടൂറിസവും നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെ മൂവാറ്റുപുഴ ലതാപാലത്തിന് സമീപമാണ് വള്ളംകളി മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് രാവിലെ 9 മുതൽ ഹെലികോപ്റ്റർ ടൂറിസം ആരംഭിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരാൾക്ക് 4500 രൂപ നിരക്കിൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ 27-ാം തീയതിയാണ് നഗരസഭ കാത്തിരിക്കുന്ന വള്ളംകളി എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്ന ഒരു പരിപാടി തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഈ വള്ളംകളി എന്ന് പറയുന്നത്. 2 മണിക്ക് നമ്മുടെ ലതാപാലത്തിന്റെ ആ ഒരു പരിസരത്തുള്ള, അവിടെയാണ് നമുക്ക് നടപ്പാതയൊക്കെ ഉള്ളതുകൊണ്ട് കാഴ്ചക്കാർക്ക് കാണുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, പവലിയൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനത്തെ സൗകര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടും പുഴയുടെ ആഴം, ഒഴുക്ക് ഇതിനെയൊക്കെ മാനദണ്ഡങ്ങളാക്കിക്കൊണ്ട് ഈ വള്ളംകളി നടത്തുന്നത് ആ ഒരു പുഴയിലാണ്. ഇവിടെ നടപ്പാതകളിലൊക്കെ കാണികൾക്കായിട്ടുള്ള നിൽക്കുവാനായിട്ട് കാണുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ അണിയിച്ചൊരുക്കും. 2 മണിക്ക് ആരംഭിക്കുന്നു, 5 മണിക്ക് ഈ വള്ളംകളി അവസാനിപ്പിക്കാം എന്നാണ് നിലവിൽ കരുതിയിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ അതിന് ഏറ്റവും മികച്ച സംഘാടകരെ തന്നെയാണ്, ആലപ്പുഴ വള്ളംകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മികച്ച സംഘാടകർ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇനി ഹെലികോപ്റ്റർ ടൂറിസം നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. നഗരസഭയിലുള്ള ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂറിസത്തിന്റെ സാധ്യതകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നഗരസഭ ലക്ഷ്യം വെക്കുന്നു. ഈ ഹെലികോപ്റ്റർ ടൂറിസത്തിൽ അന്ന് 9 മണിക്ക് 27-ാം തീയതി 9 മണിക്ക് മുതൽ ഹെലികോപ്റ്റർ ടൂറിസം ലോഞ്ച് ചെയ്ത് അത് ആരംഭിക്കുകയാണ്. നഗരസഭയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ
ആളുകൾക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുവാനുള്ള, കുടുംബസമേതം സഞ്ചരിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതിന് മിനിമൽ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. ഒരു ടൈം 6 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുക. അതിൽ ഒരാൾക്ക് 10,000 രൂപ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഹെലികോപ്റ്റർ യാത്രാ ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. 2 മണി വരെയും ഈ ഹെലികോപ്റ്റർ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതിന് താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഇപ്പം തന്നെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. ഇനി വള്ളംകളിയുടെ സമയത്ത് നമ്മളൊക്കെ എല്ലാവർക്കും എന്താ പറയുക, നയനാനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ ആയിരിക്കും ഹെലികോപ്റ്റർ ഫ്ലവർ ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. ആകാശ പുഷ്പവൃഷ്ടി. അത് നമ്മൾ ഹെലികോപ്റ്ററിൽ തന്നെ ഉയരത്തിൽ നിന്നും ഒരു ഹാപ്പി ഓണം വിഷസും അതുപോലെ തന്നെ പൂക്കളും വിതറുന്ന ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വിതറുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ അതിന്റെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ ചരിത്രത്തിൽ ഇടം നേടാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇത്തവണ നഗരസഭാ കൗൺസിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന മൂവാറ്റുപുഴ ഓണമായി ഈ ഒരു ഓണത്തെ നോക്കിക്കാണുവാനായിട്ടും എല്ലാ പൊതുജനങ്ങളുടെയും കുടുംബസമേതമുള്ള പങ്കാളിത്തം ഉണ്ടാകുവാനായിട്ടും, ഇത് നമ്മുടെ മാത്രം ഓണമല്ല, മറ്റുള്ളവരെ മൂവാറ്റുപുഴയിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനായിട്ടുള്ള, അതിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഒരുക്കുന്നത്. മറ്റുള്ള ആളുകൾ മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് എത്തണം എന്ന് നഗരസഭ അതീവമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വള്ളംകളി സമയത്ത് ആകാശത്തു നിന്നും പൂക്കൾ വിതറുന്ന ഫ്ലവർ ഡ്രോപ്പിംഗും ഉണ്ടായിരിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ ഓണാഘോഷത്തിൽ പങ്കാളികളാകണമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.